എങ്കിൽ ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധി തന്നെ പ്രത്യക്ഷമായിട്ട് ഔദ്യോഗികമായിട്ട് ആ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. കോൺഗ്രസിനെതിരായിട്ട് ചേരി സംസ്ഥാനത്ത് രൂപപ്പെട്ടിരിക്കുന്നു. അത് കമ്മ്യൂണിസ്റ്റുകളും BJP-യും ചേർന്നുള്ള ചേരിയാണ്. ആ ചേരിയുടെ പേര് CJP അഥവാ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ് എന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഏറ്റവും സമുന്നതനായ നേതാവായ രാഹുൽ ഗാന്ധിയാണ്. വെറുതെ ഉന്നയിക്കുകയല്ല രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ. ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നോക്കൂ, ഈ പറയുന്ന ദത്താത്രേയ ഹൊസബളയുമായിട്ട് RSSന്റെ മേധാവിയാണ്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തുന്നു. അതുപോലെ തന്നെ തൃശൂർ പൂരം കലക്കുന്നു. PM ശ്രീ പദ്ധതി ഉണ്ടല്ലോ, RSS നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി, അത് കേരളത്തിൽ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ കരുവന്നൂരിലെ സഹകരണ ബാങ്ക് തട്ടിപ്പും അതുപോലെ കൊടകരയിലെ കുഴൽപ്പണവും ഒത്തുതീർപ്പാക്കുന്നു. ഈ രീതിയിലൊക്കെ അന്തർധാര സജീവമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും തീരുന്നില്ല. ന്യൂനപക്ഷങ്ങൾക്കെതിരായി നിലപാടെടുക്കുന്നു. എന്നിട്ട് വിശ്വാസികളെ കൂട്ടത്തിൽ നിർത്താൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തുന്നു. ആ അർത്ഥത്തിലൊക്കെ CPM-ന്റെ മതേതര നിലപാടിനെതിരായിട്ട് സംശയം ജനിപ്പിക്കുന്ന, അതിനെ അങ്ങേയറ്റം ആശങ്കയിലാക്കുന്ന പ്രചാരണങ്ങൾക്കാണ് കോൺഗ്രസ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ CPM-ന്റെ തലയ്ക്ക് ചുറ്റും CJP എന്ന ആരോപണം വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മോഡി വിരോധം പറഞ്ഞേ കഴിയുള്ളൂ, മോഡിക്കെതിരായിട്ട് നിലപാടെടുത്തേ കഴിയുള്ളൂ. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചേ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ പരിപാടി ബഹിഷ്കരിക്കണം. അങ്ങനെ ഒരു ആസൂത്രണം ചെയ്യപ്പെട്ട നാടകമാണ് യഥാർത്ഥത്തിൽ ഇന്ന് അരങ്ങേറിയിരിക്കുന്നത്.